റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി ദേവനും ഗൗരിയും നടന്നു. തണുപ്പുകൊണ്ട് ഗൗരി അവളുടെ കൈകൾ ഉരച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് നേരം നടന്ന ഗൗരി ഇടയ്ക്ക് തളർന്നു പോകുന്നത് പോലെയായി. സർ, എനിക്ക് പറ്റില്ല, നമുക്കൊരു വണ്ടി വിളിച്ച് റൂമിലേക്ക് പോകാം. എന്നാൽ ദേവൻ അതൊന്നും കേട്ടില്ല. നടക്കിങ്ങോട്ട്, ദേവൻ അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു. ദേ, ഇനി ആ മല കണ്ടോ, അങ്ങോട്ടേക്ക് കയറണം. അതിന് താഴെയുള്ള സ്ഥലം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാനോ, എനിക്ക് കഴിയില്ല അങ്ങോട്ട് കയറാൻ. വന്നേ പറ്റൂ, കയറ്. സാർ, എനിക്ക് ഇപ്പോൾ തന്നെ പറ്റുന്നില്ല, എനിക്ക് വയ്യ, ഞാനിപ്പോൾ വീണു പോകും. എനിക്ക് ഈ തണുപ്പും കാലാവസ്ഥയും ഒന്നും പറ്റുന്നില്ല സാർ. എന്നാ നീ ഇവിടെ നിൽക്ക്, ചെന്നായ്കൾ കൂട്ടമായി ഇറങ്ങുന്ന സ്ഥലമാണ്. ഗൗരി ദേവനെ നിസ്സഹായ അവസ്ഥയോടെ നോക്കി. എന്നാ ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ നീ എനിക്കൊരു ഭാരമാണ്. വല്ലതും വന്ന് നിന്നെ പിടിച്ചു തിന്നാൽ അത്രയും സമാധാനം. ദേവൻ ദേഷ്യത്തിൽ ആ ഐസ് മലയ്ക്ക് മുകളിലേക്ക് നടന്നു. കണ്ണുകൾ കാണാൻ പറ്റാത്ത വിധം കണ്ണുനീർ കെട്ടി നിന്നു. അവൾ അല്പം നേരം അവിടെ നിന്നു. പെട്ടെന്ന് ചെന്നായുടെ ഓരിയിടയിൽ അവളുടെ കാതുകളിൽ മുഴങ്ങി. മതി. അവൾ പതിയെ നടന്നു. അവൾക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ശരീരം തണുപ്പുകൊണ്ട് വല്ലാതെയായി. നടക്കുന്നത് വലിയ പ്രയാസം തന്നെയായിരുന്നു. ദേവനൊന്ന് തിരിഞ്ഞു നോക്കി. താഴെ നിന്നും അവൾ കയറി വരുന്നുണ്ട്. അവളുടെ ഒരു അഹങ്കാരം കുറച്ച് പഠിക്കട്ടെ. ഈ ദേവൻ്റെ കൂടെ നടക്കുന്നത് എളുപ്പമല്ല എന്ന് അവൾ അറിയട്ടെ. ഇനി അമ്മ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവൾക്കിത് ഓർമ്മ വരണം. ദേവൻ മരങ്ങൾക്കിടയിലൂടെയും വലിയ ഐസ് കട്ടയ്ക്ക് മുകളിലൂടെയും ഒക്കെ നടന്നു. ഈശ്വര, എന്നെക്കൊണ്ട് പറ്റില്ല. അവൾ തളർന്നു തുടങ്ങി. ദേവൻ ഒരുപാട് ദൂരത്തേക്ക് ചെന്ന് തിരിഞ്ഞു നോക്കി. ഗൗരി, അവൻ പതിയെ മന്ത്രിച്ചു. ഇവളിതെവിടെ? അവൻ കണ്ണുകൾ ചുറ്റിലും പരതി. അവളെ കാണാൻ കൂടിയില്ല. മുഴുവൻ മഞ്ഞ് മാത്രമായിരുന്നു. അതിനിടയിൽ വലിയ മരങ്ങളും. അവൻ പതിയെ അവളെ തേടി താഴേക്ക് നടന്നു. ഗൗരി, ഗൗരി, ദേവൻ അവളുടെ പേര് വിളിച്ചുകൊണ്ട് നടന്നു. ചുറ്റും ഒരു മനുഷ്യൻ പോലുമില്ല. ഗൗരി, കളിക്കാൻ നിൽക്കരുത്, ഈ സ്ഥലം അത്ര നല്ലതല്ല. ചെന്നായകൾ കൂട്ടമായി ഇറങ്ങും. സമയം പോവാണ്, ഒളിച്ചിരിക്കാതെ വരാൻ നോക്ക്. എന്നാൽ അവിടെ ഒരു അനക്കവുമില്ലായിരുന്നു. ഇവളിത് എവിടെ പോയി? ഇനി എവിടെയും കുഴഞ്ഞു വീണോ? അവൾക്ക് ചെറിയ ക്ഷീണമുള്ളതായി സൂചിപ്പിച്ചതായിരുന്നു. ഇനി എവിടെയും വീണ് കാണുമോ? ദേവൻ തലയ്ക്ക് കൈയും കൊടുത്ത് ചുറ്റിലും നോക്കി. ഇനി അമ്മയോട് എന്ത് പറയും? രാത്രിയായാൽ ചെന്നായകൾ കൂട്ടമായി ഇറങ്ങുന്ന സ്ഥലമാണ്. എവിടെയാണെന്ന് വെച്ചാ ഞാൻ അവളെ തിരയുക? അവൻ വന്ന വഴി മുഴുവൻ അവളെ തിരഞ്ഞു. എവിടെയും കണ്ടില്ല. പെട്ടെന്നാണ് അമ്മയുടെ കോൾ വരുന്നത്. അമ്മയാണല്ലോ. എടുത്താൽ ഗൗരിയെ തിരക്കും, എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷനാവും. ദേവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മോനെ. ആ അമ്മ, പറ. എവിടെയാ? ഞങ്ങൾ അമ്മയുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്താണ്. ആണോ? അവൾക്ക് നീ ആ താഴ്വാരമൊക്കെ നല്ലതുപോലെ കാണിച്ചു കൊടുക്ക്. അവൾ ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും കണ്ടു കാണില്ല. ആ അമ്മ, നീ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ ദേവാ. ദേവനൊന്ന് ഞെട്ടി. ഞാൻ എവിടെ നിന്നും അവളെ കണ്ടുപിടിക്കാനാ അമ്മേ? അവനൊരു വിഷമത്തോടെ മനസ്സിൽ പറഞ്ഞു. കൊടുക്കും മോനെ. ഹലോ അമ്മേ, അവളിപ്പോൾ അമ്മയുടെ ഇഷ്ടപ്പെട്ട പുഴയിൽ ഇറങ്ങിയിരിക്കുകയാണ്. പുഴയോ? ഇപ്പോഴോ? ദേവിക സംശയത്തോടെ തിരക്കി. ആ അമ്മേ, പുഴയിൽ. ദേവ, ഇപ്പോൾ അവിടെ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാവും. പിന്നെ ഏത് പുഴയിലാണ് അവൾ? ദേവിക സംശയത്തോടെ തിരക്കി. ദേവൻ കോൾ കട്ട് ചെയ്തു. ഇവനെന്താ കോൾ കട്ട് ചെയ്തേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. അവൾ ദേവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ പിന്നീട് അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈശ്വര, എന്തോ സംഭവിക്കുന്നുണ്ട്. ഗൗരിമോൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്താ അവൻ കൊടുക്കാഞ്ഞത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഗൗരിയുടെ ഫോണാണേൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ഈശ്വര, ഈ കുട്ടികളിത് എന്തൊക്കെയാവോ? വേണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണ്ടായിരുന്നു. പിന്നീട് നീണ്ട 2 മണിക്കൂർ ദേവനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആ 2 മണിക്കൂർ ദേവൻ അവളെ തിരയാൻ ബാക്കിയുണ്ടായിരുന്നില്ല. മഞ്ഞുവീഴ്ച കൂടുതലായിരുന്നു. അവളുടെ സ്വെറ്റർ അവൾക്ക് അത്ര ചൂട് നൽകുന്നതല്ലായിരുന്നു. ദേവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഗൗരി, ദേവൻ അവിടെ നിന്ന് മലറി. എന്നാൽ ഒരു മനുഷ്യനെ പോലും അവിടെ കാണാൻ പറ്റിയില്ല. വേണ്ടായിരുന്നു, ആ പാവത്തിനെ വല്ലാതെ ഉപദ്രവിച്ചു. ഇപ്പോഴേ അറിയാത്ത ഒരിടത്ത് ഉപേക്ഷിക്കേണ്ടിയും വന്നു. ദേവനും സങ്കടം വന്നു. അവൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭാരമായിരുന്നു. ദേവൻ തന്നെ ചിന്തിച്ചു. എൻ്റെ ആവശ്യം നടക്കാൻ എൻ്റെ നാടകഭാര്യയായി അഭിനയിക്കേണ്ട ആവശ്യം അവൾക്ക് എന്താ? എൻ്റെ ആവശ്യത്തിന് അവൾ ഇങ്ങനെ സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു. പാവം.
ദേവൻ്റെ മനസ്സിൽ അവളോടൊരു കരുണയും ദയയും തോന്നി. ഇനി കാണാൻ പറ്റില്ലേ? നാട്ടിലേക്ക് ഞാൻ അവളില്ലാതെ എങ്ങനെ പോകും അമ്മ? അവൻ ഒന്നുകൂടെ നോക്കുവാൻ ഇറങ്ങുമ്പോഴാണ് ചെന്നായകളുടെ ഓരിയിടൽ നല്ലതുപോലെ കേൾക്കാൻ തുടങ്ങിയത്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ചെന്നായികൾ ഇറങ്ങുന്ന സമയമായി. ദേവൻ ഒന്നുകൂടി ഉറക്കെ അലറി, ഗൗരി! ആ അലർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ചെന്നായകൾ ഓലിയിട്ടു. കയ്യിലെ വാച്ചിലേക്ക് ദേവൻ കണ്ണോടിച്ചു. സമയം വൈകി തുടങ്ങി. ഇനിയും ഇവിടെ നിന്നാൽ ചെന്നായകൾക്ക് ഇരയാവും. ദേവൻ ആ മലയിറങ്ങാൻ തുടങ്ങി. അല്പം നേരം നടന്ന ദേവൻ മലയുടെ താഴ്വരയിലെത്തി. പിന്നീട് തിരിഞ്ഞു നോക്കി. ഗൗരി! കണ്ണുകൾ അറിയാതെ നിറഞ്ഞുകൊണ്ട് ദേവൻ വിളിച്ചു. ദേവൻ തിരികെ റൂമിലേക്ക് നടന്നു. തിരിച്ചു പോന്നിട്ടും ദേവൻ്റെ മനസ്സ് മുഴുവൻ ആ മഞ്ഞുമലയിലായിരുന്നു. അടുത്തുള്ള സ്റ്റേഷനിൽ അവൻ വിവരമറിയിച്ചു. പക്ഷേ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആർക്കും തന്നെ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു. സാർ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവിടെ ഒരു ജീവനുണ്ട്. മിസ്റ്റർ ദേവൻ, അവിടെ ഒരു ജീവൻ രക്ഷിക്കാൻ ഇപ്പോൾ പോയാൽ പല ജീവനും ഇല്ലാതെയാവും. ദേവൻ ഒരുപാട് പറഞ്ഞെങ്കിലും ആരും തന്നെ ഇന്ന് പോകാൻ സമ്മതിച്ചില്ല. കേരളത്തിലാണെങ്കിൽ ദേവൻ പറയുന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ടായേനെ. ഇത് മറ്റൊരു സ്ഥലമാണ്. ദേവൻ തിരികെ റൂമിലേക്ക് വന്നു. ഏതാനും നേരത്തിനുള്ളിൽ അവിടെ ഇരുട്ട് പടർന്നു. എന്താ ഇനി ചെയ്യുക? ഗൗരി, അവൾ അവിടെയുണ്ടിൽ ഇനി നാളെ രാവിലെ ആകുമ്പോഴേക്കും മരിച്ചു പോകും. അത്രയും തണുപ്പാണ് വെളിയിൽ. പോരാത്തതിന് ചെന്നായിക്കൂട്ടവും. ദേവൻ അവൻ്റെ ഫോൺ ഓൺ ചെയ്തു. അമ്മയുടെ മിസ്ഡ് കോൾ ഒരുപാടുണ്ട്. അതും പോരാഞ്ഞ് അമ്മയുടെ മെസ്സേജും. അതിലൊരു മെസ്സേജ് അവൻ ഓൺ ചെയ്തു. മോനെ ദേവാ, എന്താ പറ്റിയേ? എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ. അമ്മയ്ക്കൊരു സമാധാനവുമില്ല. അത് കേട്ട് തീരും മുന്നേ അമ്മ കോൾ ചെയ്തു. ഇനി എടുക്കാതിരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ടെൻഷനാവും. ദേവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. മോനെ ദേവാ, എവിടെയാ? എത്ര നേരമായി അമ്മ വിളിക്കുന്നു. ഗൗരിയെ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. അവൻ്റെ തൊണ്ടയൊന്ന് ഇടറി. അമ്മേ, അത് പിന്നെ. എന്താ മോനെ? എന്താ നിന്റെ സംസാരത്തിലൊരു പരുങ്ങൽ? അമ്മ, ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഗൗരി മിസ്സിംഗ് ആണ്. കയ്യിലെ ഫോൺ നിലത്ത് വീഴുന്ന ശബ്ദം ദേവൻ്റെ കാതുകളിൽ മുഴങ്ങി. അമ്മേ, അമ്മേ! ഒരുപാട് നേരത്തിന് ശേഷം അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉയർന്നു. എവിടെയാടാ മഹാഭാബി നീ ആ കൊച്ചിനെ കൊണ്ട് കളഞ്ഞത്? അമ്മ, ഞാൻ അവളെയൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട, മതി. നീ വരുമ്പോൾ ഗൗരിക്കുഞ്ഞും നിന്റെ കൂടെ ഉണ്ടാവണം. അമ്മ, ഞാൻ പറയുന്നതൊന്നും മുഴുവനായി കേൾക്കാൻ നോക്ക്. അമ്മ, നീ ഒന്നും പറയണ്ട. ദേവിക ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഈശ്വര, ഞാൻ നന്ദിനിയോട് ഇനി എന്ത് പറയും? അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അന്ന് രാത്രി ഏറെ ആയിട്ടും ദേവന് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. പുറത്ത് നല്ല തണുപ്പാണ്. ഈ തണുപ്പിൽ അവൾ എങ്ങനെ പിടിച്ചു നിൽക്കും? രാവിലെ ആവുമ്പോഴേക്കും തണുത്ത ഐസ് പോലെ ആയി കാണും. ദേവൻ അവളെക്കുറിച്ച് തന്നെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. രാത്രി എപ്പോഴോ ദേവൻ ഉറങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകാനൊരുങ്ങി. എന്നാൽ ചില ദിവസങ്ങൾ അങ്ങോട്ടേക്കുള്ള സന്ദർശനം ഒഴിവാക്കുന്നത് അവിടെ പതിവായിരുന്നു. ദേവൻ ധൃതിയിൽ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. അങ്ങോട്ടേക്ക് വേഗത്തിൽ നടന്നു. എന്നാൽ അപ്പോഴാണ് ആ താഴ്വരയ്ക്ക് മുന്നിൽ ആ പോസ്റ്റർ പതിവ് പോലെ ഒട്ടിച്ചത് കണ്ടത്. ഷേ, ഇനി എന്ത് ചെയ്യും? ദേവൻ അവനോട് തന്നെ ചോദിച്ചു. അപ്പോഴാണ് ഒരാൾ ദേവൻ്റെ അടുത്തേക്ക് വന്നത്. ഹേയ് സാർ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ഹായ്, ഞാൻ ദേവൻ. എനിക്ക് അത്യാവശ്യമായി ഇങ്ങോട്ടേക്ക് കയറണം. ഓ സാർ, ഇന്ന് ഇങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. ഇവിടെ ഇന്ന് മഞ്ഞുവീഴ്ച വളരെയധികമാണ്. അതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. നാളെ അങ്ങോട്ടേക്ക് കയറാൻ പറ്റൂ. ദേവൻ്റെ ഉള്ളൊന്ന് കത്തി. മഞ്ഞുവീഴ്ചയോ? ആ അതെ. ആ വ്യക്തി അവിടെ നിന്നും പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? ശരിയാ, ഇന്നലെ കണ്ടതിലും മഞ്ഞ് കൂടിയിട്ടുണ്ട്. ഗൗരി മിക്കവാറും ഈ മഞ്ഞിനടിയിൽ പെട്ടുപോയി കാണും. എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് കയറണം. അതിൽ അതിക്രമിച്ച് കയറിയെന്നറിഞ്ഞാൽ തീർച്ചയായും എന്നെ പോലീസ് പിടിക്കും. ആരുടെയും കണ്ണിൽ പെടാതെ വേണം കടക്കാൻ. ദേവൻ കയ്യിലെ ഫോണും വാച്ചും ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ആരുമില്ലാത്തൊരു ഭാഗത്തേക്ക് നടന്നു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ദേവൻ അതിൻ്റെ അകത്തേക്ക് കയറി. പെട്ടെന്നാണ് ഒരു സൈറൻ മുഴങ്ങിയത്. ചുറ്റുമുള്ളവർ ഓരോന്നായി ചിതറിയോടി. മഞ്ഞുവീഴ്ച കൂടിയത് കൊണ്ടാണ് ആ സൈറൻ എന്ന് കരുതി ദേവനൊന്ന് പേടിച്ചു. പക്ഷേ അത് ദേവൻ കാരണം മുഴങ്ങിയത് തന്നെയായിരുന്നു. അവൻ സ്പീഡിൽ മുകളിലേക്ക് കയറി. മരങ്ങളുടെ ഇടയിലൂടെ അവൻ ഗൗരിയെ തേടി നടന്നു. പെട്ടെന്നാണ് കുറച്ചു ദൂരെയായി അവനൊരു കാര്യം കാണുന്നത്. ഗൗരിയുടെ ഷോൾ. അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. എന്നാൽ ആ ഷോളിൻ്റെ ബാക്കി ഭാഗം മഞ്ഞിനടിയിൽ പെട്ടിരുന്നു. ദേവൻ ആ ഷോൾ വലിച്ചെടുക്കാൻ നോക്കി. എന്നാൽ അത് വല്ലാതെ ഭാരം കൂടിയതുപോലെ വലിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു.
ദേവൻ മുകളിലെ മഞ്ഞ് മാറ്റിക്കൊണ്ട് നോക്കി. ദേവൻ്റെ ഉള്ളിൽ പിടയ്ക്കാൻ തുടങ്ങി. ഗൗരി അവൾ ഇതിനിടയിൽ ഉണ്ടാകുമെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. എന്നാൽ അതിൻ്റെ അവസാനം ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുപാട് കുഴിച്ചു നോക്കി, എന്നിട്ടും അവളെ കണ്ടെത്താനായില്ല. അവൻ ആ കാടിൻ്റെ ചുറ്റും നോക്കി. പിന്നീട് അങ്ങോട്ട് ഒരു കാട് പിടിച്ച സ്ഥലമായിരുന്നു. ദേവൻ ഒരു മരത്തിന് താഴെ തലയിൽ കയ്യും കൊടുത്തിരുന്നു. അപ്പോഴാണ് അകലെ നിന്നും കാറ്റിൻ്റെ ശബ്ദത്തിൽ ഇടയിലൂടെ ഒരു വിളി കേൾക്കുന്നത്. സാർ, സാർ. അവൻ ചുറ്റിലും നോക്കി. അവളെ കാണാനുണ്ടായിരുന്നില്ല. സാർ, അവൾ വീണ്ടും വിളിച്ചു. ഗൗരി. ദേവൻ അലറി. സാർ, എന്നെ രക്ഷിക്കേ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഗൗരി, എവിടെയാ നീ? എനിക്ക് കാണാൻ കഴിയുന്നില്ല. സാർ, ഞാൻ ഇവിടെയുണ്ട്. ദേവൻ അവളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് നടന്നു. അവസാനം അവളുടെ കാൽപാദത്തിൽ തട്ടി ദേവൻ വീഴാൻ പോയി. അവളെ കണ്ടതും ദേവൻ സന്തോഷം കൊണ്ട് അവളെ തന്നെ നോക്കി. നീ എവിടെയായിരുന്നു ഗൗരി? എന്നെ ഒരു ദിവസത്തേക്ക് ഇല്ലാതാക്കി കളഞ്ഞല്ലോ നീ. സാർ, എൻ്റെ കാല്. ദേവൻ അവൾ പറഞ്ഞതുപോലെ ദേവൻ്റെ കാലിലേക്ക് നോക്കി. തണുത്ത് കട്ട പിടിച്ച ഒരു മരക്കഷ്ണം അവളുടെ കാലിൽ വീണിരുന്നു. അവൻ അതെടുത്ത് മാറ്റി. എന്നാൽ അവൾക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്ത വിധം അവൾ മരവിച്ച പോലെയായിരുന്നു. ദേവൻ അവൻ്റെ സ്വെറ്റർ ഊറി അവൾക്ക് തിരിച്ചു കൊടുത്തു. എഴുന്നേക്കാൻ പറ്റൂ? ദേവൻ അവളോട് തിരക്കി. എനിക്കൊന്നിനും വയ്യ, എനിക്ക് കാലൊന്നും അനക്കാൻ പറ്റുന്നില്ല. ദേവൻ അവളെ വാരിയെടുത്ത് പുറത്തേക്ക് നടന്നു. ദേവൻ്റെ ശരീരത്തെ മരവിക്കും വിധം തണുപ്പ് കൂടി വന്നു. എങ്കിലും അവൻ അത് വകവയ്ക്കാതെ അവിടെ നിന്നും അവളെയും കൊണ്ട് നടന്നു. ഒരുപാട് നേരം നടന്ന ദേവൻ തിരിച്ചു റൂമിലെത്തിയതും അവളെ കട്ടിലിൽ കിടത്തി ചുറ്റും പുതപ്പിട്ട് കൊടുത്തു. ദേഹത്തെ മഞ്ഞ് തട്ടി മാറ്റി ദേവൻ കത്തുന്ന ചിമ്മിണി അടുപ്പിൻ്റെ അരികു പോയി ചൂട് പിടിച്ചു. സാർ. വിറച്ച ശബ്ദത്തിൽ അവൾ വിളിച്ചു. ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ ദേവൻ തിരക്കി. എനിക്കും ചൂട് പിടിക്കണം. ഇങ്ങനെ പോരെ? എനിക്ക് നടക്കാൻ പറ്റില്ല. ദേവൻ വന്ന് അവളുടെ കാലുകളൊന്ന് നോക്കി. രക്തം ഓടാൻ പറ്റാത്ത വിധം ഐസായിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ട് ദേവൻ വരെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവളെയും താങ്ങിയെടുത്ത് അടുപ്പിൻ്റെ നേരെ അടുത്തു കൊണ്ടുപോയി ഇരുത്തി. താങ്ക്സ്. ദേവൻ തലയാട്ടി. ഇത്രയും ഒരു ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പറ്റില്ല എന്ന് ദേവന് നന്നായി അറിയാം. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവളുടെ ശരീരത്തിലെ തണുപ്പ് വിട്ടുമാറി. ദേവൻ അവൾക്ക് കുടിക്കാനും കഴിക്കാനുമുള്ളത് നിരത്തി വെച്ച് അവളെ ഇരുത്തി. കഴിക്ക്. ദേവനും മറുവശത്തായി ഇരുന്നു. ഇടയ്ക്ക് ദേവൻ അവളെ തന്നെ നോക്കിയിരുന്നു. എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇന്നലെ നമ്മൾ താൻ ഇന്ന് കിടന്ന ആ വഴിയല്ലല്ലോ പോയത്. എങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെട്ടു? സാർ ഇന്നലെ മുന്നിൽ പോയില്ലേ? എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ബോധം വീണപ്പോൾ ചെന്നായക്കൂട്ടങ്ങൾ ഊരിയിടുന്നതാണ് ഞാൻ കണ്ടത്. അവൾ ദേവന് നേരെ അവളുടെ കൈമുട്ട് കാണിച്ചു കൊടുത്തു. ഇന്നലെ ഒരു ചെന്നായ കടിച്ചതാ. പെട്ടെന്നുള്ള ഇടിമുഴക്കത്തിൽ എല്ലാം ഓടിപ്പോയി. അവരിൽ നിന്നും രക്ഷപ്പെട്ട് എത്തിയത് അവിടെയാ. അവിടെ ചെന്നിരുന്നപ്പോഴാണ് ആ മരക്കഷ്ണം കാലിലേക്ക് പറഞ്ഞു വീണത്.